ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ നമ്മുടെ അനാറ്റമി ടെർമിനോളജി 2026 ക്വസ്റ്റ്യൻസ് ആണ്. റീസെൻ്റായിട്ട് എക്സാം എഴുതിയ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. സോ വിൽ ഗെറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലസ് ഇൻ ദ കിഡ്നി. അത് നെഫ്രോലിത്തിയാസിസ് ആണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്ത് ടേം വന്നാലും നെഫ്രോ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. ഒരാൾക്ക് വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് കാൽഷ്യം ഓർ മിനറൽ ഡെപ്പോസിറ്റ്സ് ഇൻ കിഡ്നി. അങ്ങനെ ചോദിച്ചാലും അത് നെഫ്രോലിത്തിയാസിസ് തന്നെയാണ്. കിഡ്നി സ്റ്റോൺ എന്നും ചോദിക്കാം. സോ ബിവെയർ ഓഫ് ദാറ്റ്. അടുത്തത് സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പ്ലീന് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ സ്പ്ലീൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക, അതുപോലെ തന്നെ ഓൾഡ് RBCസിനെ റിമൂവ് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആലോചിക്കേണ്ടത് സ്പ്ലീന് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണെന്നുള്ളത് എപ്പോഴും റിമെമ്പർ ചെയ്യുക. പിന്നെ ബ്ലഡ് ഫിൽട്ടർ, ഇമ്മ്യൂൺ സിസ്റ്റം, ഈ പറഞ്ഞ കീവേഡ്സ് ആലോചിച്ച് വെച്ചാൽ മതി. ദിസ് ഈസ് എ സിമ്പിൾ ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതിൽ പറയുന്നത് സർജിക്കൽ റിമൂവൽ ഓഫ് ബോത്ത് ഓവറീസ്. ബോത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും ആ ടേമിൽ ബൈലാറ്ററൽ വരും. പിന്നെ ഓവറീസ് എന്ന് പറയുമ്പം U4 എന്നുള്ള ടേം അത് വരുന്നത് ഓവറീസിനെയാണ്. എക്ടമി എന്ന് പറഞ്ഞാൽ അത് റിമൂവലാണ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഈസി ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ റിപ്പീറ്റഡ് സീരീസിൽ വരുന്നതാണ്. ഈസിയാണ്, ജസ്റ്റ് നിങ്ങൾ അത് നോക്കിയാൽ മതി. ബൈലാറ്റർ പറഞ്ഞിട്ടില്ലെങ്കിൽ U4 എക്ടമി മാത്രം. നെക്സ്റ്റ്, ഫാലഞ്ചസ് എന്താണ്? ഫാലഞ്ചസ് എന്ന് പറയുന്നത് ബോൺസ് ആണ്. നമ്മുടെ ഫിംഗേഴ്സിലും ടോസിലൊക്കെ കാണുന്ന ബോണിൻ്റെ പേരാണ് ഫാലഞ്ചസ്. അത് തന്നെ 3 ടൈപ്സ് ഉണ്ട്. പ്രോക്സിമൽ ഫാലഞ്ച്, മിഡിൽ ഫാലഞ്ചസ്, ഡിസ്റ്റൽ ഫാലഞ്ചസ്. പക്ഷേ നമ്മുടെ തമ്പിൽ മാത്രം 2 ബോൺസേ ഉള്ളൂ. അത് ടോസിലും സെയിം പാറ്റേൺ തന്നെ, ബാക്കി ഫിംഗേഴ്സിൽ 3 എണ്ണം വെച്ചിട്ടാണ്. ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അപ്പോൾ അത് ആദ്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സെയിം പേഷ്യൻറ്റ് ഒരു സെയിം ഡേയിൽ ഡോക്ടർ അയാളുടെ മേലെ 2 പ്രൊസീജിയർ ചെയ്തു. ഈ 2 പ്രൊസീജിയർ തമ്മിൽ ഒരു കണക്ഷൻസും ഇല്ല, രണ്ടും സെപ്പറേറ്റ് വെക്കാം. പക്ഷേ നോർമലി ഇൻഷുറൻസുകാർ അതിനെ ബണ്ടിൽ ചെയ്തിട്ടായിരിക്കും പേയ്മെൻറ്റ് തരാം. ഒറ്റ പേയ്മെൻറ്റ് തരും. 2 പ്രൊസീജിയറിന് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഇല്ല. ഇത് രണ്ടും ഒരേ ടൈമിൽ നടന്നതുകൊണ്ട് ബണ്ടിൽ പേയ്മെൻറ്റ് തരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? മോഡിഫയർ 59 അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പറയും ഇത് രണ്ടും ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ്. അതിനെയാണ് NCCI ബൈപ്പാസ് എന്ന് പറയുന്നത്. ബണ്ടിലിങ് അവോയ്ഡ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് പ്രൊസീജിയറാണെന്ന് കാണിക്കുക. അപ്പോൾ അതിനെപ്പോഴും യൂസ് ചെയ്യുന്നത് 59 മോഡിഫയർ ആണെന്ന് ആലോചിച്ചാൽ മതി. NCCI ബൈപ്പാസ് എപ്പോഴും 59ആയിട്ടാണ് കണക്റ്റഡ്. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും അപ്പിയർ ചെയ്യുന്നതാണ്. ഇവ നമ്മുടെ സ്റ്റുഡൻസിന് പലർക്കും പല ടൈപ്പിലാണ് വന്നത്. കെരാറ്റൈറ്റിസ് കണ്ണിൻ്റെ ഏത് പാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നു വെച്ചാൽ കോർണിയനാണ്. പിന്നെ റൂട്ട് കെറാറ്റോ എന്ന് പറയുന്നത് എന്തിനെ റെഫർ ചെയ്യുന്നു വെച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ കോർണിയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 3rd സെക്ഷനിൽ ചോദിച്ച പോലെ ഇതിലേതാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് ചോദിക്കും. കെരാറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ. സോ കെറാറ്റോ എന്നുള്ള വേർഡ് കോർണിയ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് ആലോചിക്കുക. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അടുത്തതൊരു ബേസിക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി വരുന്നതാണ്. ഈവൻ ഞങ്ങൾ എക്സാം എഴുതിയ ടൈം മുതലേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്യാസ്ട്രോസ്റ്റമി എന്താ, ഗ്യാസ്ട്രോട്ടമി എന്താ? ഒരു സർജിക്കൽ ഓപ്പണിംഗ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഗ്യാസ്ട്രോസ്റ്റമി എന്ന് പറയും, സ്റ്റൊമക്കിലേക്ക്. നേരെ മറിച്ച് അതൊരു ഇൻസിഷൻ മാത്രമാണ്, വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ പെർമനൻറ്റ് ഓപ്പണിംഗ്. പെർമനൻറ്റ് ഓപ്പണിംഗ് ഇല്ലാതെ ഒരു ചെറിയൊരു ഇൻസിഷൻ, ഒരു കട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഓട്ടമി, ഗ്യാസ്ട്രോട്ടമി അങ്ങനെ പറയും. ഈ എക്സാം ലെവൽ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ നമ്മളൊരു ക്വിക്കായിട്ടുള്ളൊരു മെമ്മറി ട്രിക്ക് എന്ന് പറയുന്നത്, ഓട്ടമി എന്ന് പറയുമ്പോൾ അതൊരു കട്ട് അല്ലെങ്കിൽ ഇൻസിഷൻ ആണ്. ഓസ്റ്റമി എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പണിംഗ് ആണ്, ഒരു പെർമനൻറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സഫിക്സ് എന്താണ്, ഓസ്റ്റമി എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുക. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഓപ്പണിംഗ് ആണ്. ഇൻസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കട്ട് മാത്രം. കട്ടാണെങ്കിൽ ഓട്ടമി, ഒരു പെർമനൻറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അത് ഓസ്റ്റമി, അങ്ങനെയാണ് പറയുക. ചിലപ്പം ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെയും ചോദിക്കാം. സോ ഗ്യാസ്ട്രോട്ടമി ദാറ്റ് ഇസ് എൻ ഇൻസിഷൻ, ഗ്യാസ്ട്രോസ്റ്റമി ഇറ്റ്സ് എ പെർമനൻറ്റ് ഓപ്പണിംഗ്. ദിസ് ഇസ് എ വെരി കോമൺ ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ലിത്തോട്രിപ്സി? ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ ക്രഷിങ് ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് സ്റ്റോൺസ് എന്നാണ്. നിങ്ങളുടെ ഓപ്ഷനിൽ ബ്രേക്ക് അല്ല ക്രഷ് എന്നാണ് തന്നിട്ടുള്ളെങ്കിലും എടുക്കേണ്ടത് അതാണ്. ലിത്തോട്രിപ്സി മീൻസ് ക്രഷ് അല്ലെങ്കിൽ ബ്രേക്ക്. അധികം ആൾക്കാരും റിമൂവ് എന്ന് കൊടുത്തിട്ട് അത് തെറ്റിക്കാറുണ്ട്. സോ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം ഷോക്ക് വേവ്സ് കൊടുത്തിട്ട് ഈ പറഞ്ഞ സ്റ്റോൺസിനെ ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ ക്രഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രൊസീജിയർ ഇസ് ലിത്തോട്രിപ്സി. സോ ഷോക്ക് വേവ്സ് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ക്രഷിംഗ് എന്നുള്ള വേർഡ് ബ്രേക്കിംഗ് ഓഫ് ദ സ്റ്റോൺസ് ബൈ ഷോക്ക് വേവ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ലിത്തോട്രിപ്സിയാണ്. നെക്സ്റ്റ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാത്തോളജി ക്വസ്റ്റ്യൻ ആണ്. അതിൽ വാട്ട് ഇസ് പൈറോനസ് ഡിസീസ് എന്ന് ചോദിക്കുന്നുണ്ട്.
അത് പീനിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഇത് പീനിസിൽ ഫൈബ്രസ് സ്കാർ ടിഷ്യൂ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഇങ്ങനെ പറയുന്നത്. ഈ സ്കാർ ടിഷ്യൂ കാരണം പീനിസ് ബെൻഡ് ആവാം, പിന്നെ അബ്നോർമാലിറ്റി ഉണ്ടാവാം ഇറക്ഷൻ്റെ സമയത്ത്. ഓൾസോ ഇറ്റ് വിൽ കോസ് പെയിൻ ആൻഡ് സെക്ഷൽ ഫങ്ഷൻ ഡ്യൂറിങ് ഇൻ്റർകോഴ്സ്. ഓക്കെ, സോ ഇത് പാത്തോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഈ തവണ കണ്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലിംഫാറ്റിക് ഫിസ്റ്റുല. ഇതിപ്പോൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ട് 2026 പാറ്റേണിൽ. ലിംഫാറ്റിക് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള ലിംഫാറ്റിക് സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂവിൻ്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയും നമ്മുടെ ബോഡിയിൽ നിന്ന് ലിംഫ് ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിംഫാറ്റിക് ഫിസ്റ്റുല. സോ നിങ്ങൾ പെട്ടെന്ന് ആ ലിംഫാറ്റിക് ഫിസ്റ്റുല എന്നുള്ളൊരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്തോ ഒരു ഫ്ലൂയിഡ് ലീക്കേജും ഒരു അബ്നോർമൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ കണക്ഷനാണ് ആലോചിക്കേണ്ടത്. സോ ലിംഫാറ്റിക് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അബ്നോർമൽ കണക്ഷൻ ഓഫ് അവർ ലിംഫാറ്റിക് സിസ്റ്റം വിച്ച് കോസിങ് എ ലീക്കേജ്, പുറത്തേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന ഒരു സിറ്റുവേഷനാണത്. നെക്സ്റ്റ് ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബയോപ്സി ഓഫ് ല്യൂനുല. സോ ല്യൂനുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നെയിലിൻ്റെ ബേസിൽ ഒരു ഹാഫ് മൂൺ ഷേപ്ഡ് വൈറ്റ് പാർട്ടുണ്ട്, അതിനാണ് ല്യൂനുല എന്ന് പറയുന്നത്. സോ അവിടെ നിന്നൊരു ചെറിയ സാമ്പിൾ ടിഷ്യൂ റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ബയോപ്സി ഓഫ് ല്യൂനുല എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും അബ്നോർമൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ നെയിൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ല്യൂനുനലിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചെറിയൊരു ടിഷ്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ബയോപ്സി ചെയ്യും. സോ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഞാൻ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ ഫോർ പാർട്ട് 1. നമ്മളിതിൽ ജസ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. 2026 എക്സാം പാറ്റേണിൽ ഹൈലി ഈൽഡ് ടോപ്പിക്സും കോഡിംഗ് ട്രാപ്സ് ഒക്കെ അറിയണമെങ്കിൽ പാർട്ട് 2 വരും ഇത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 പാർട്ട് 2 വേണ്ട ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് യെസ്. സോ വിൽ വർക്ക് അപ്പ് ഓൺ ദാറ്റ്. താങ്ക് യു ഫോർ ദിസ്. Hope all of this is clear for you guys. So we'll see in the next session.